ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മത്തങ്ങ ഉപയോഗിച്ച് ഒരു മഫിനാണ്. പംകിൻ സിന്നമൺ മഫിൻ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ. നമുക്കെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നിങ്ങൾക്ക് സിന്നമണിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലെങ്കിൽ അല്പം കുറയ്ക്കാം. ഇനി നമുക്ക് ഒരു മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും, മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് എടുത്തതിന് ശേഷം മാത്രമേ മുട്ട അതിലേക്ക് ഇടാവുള്ളൂ. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഒരുവിധം തിക്കായി വരുന്നത് വരെ മുട്ട ബീറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചതിട്ട് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർക്കണം. നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പഞ്ചസാര പൊടിച്ചതൊക്കെ ഞാൻ പല പ്രാവശ്യമായിട്ട് ഇപ്പോൾ കേക്കിൻ്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ്, 1/3 കപ്പ് വെജിറ്റബിൾ ഓയിൽ, രണ്ടും നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്താൽ മതി. കൂടുതൽ സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ബ്രൗൺ ഷുഗറും ചേർക്കാം. അപ്പോൾ 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് വൈറ്റ് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് മത്തങ്ങയുടെ പൾപ്പ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലതുപോലെ വേവിച്ച് ഉടച്ചിരിക്കുകയാണ്. ഞാനൊരു പൊടിക്ക് അല്പം ഉപ്പിട്ട് കൊടുത്താണ് വേവിച്ചത്. അല്പം ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്താണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. നല്ലതുപോലെ വേവിച്ച് ഉടച്ച് എടുത്തതാണിത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാട് ഉപ്പിടരുത്. ഒരു പിഞ്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളൂ. ഒരു പിഞ്ച് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് വേവിച്ച് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്പാച്ചിൽ വെച്ചും വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. നിങ്ങളിതിൽ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് ഇച്ചിരിയോടെ ഒരു ഡാർക്ക് കളർ കിട്ടും. അപ്പം ഞാൻ വൈറ്റ് ഷുഗർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അല്പം തിക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നില്ല. ഞാൻ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ പാൽ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം മാത്രം വേണമെങ്കിൽ മാത്രം നമുക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു കൺസിസ്റ്റൻസി ഏകദേശം ശരിയായിട്ടുണ്ട്. ഇപ്പം ഞാൻ സൈഡിൽ നിന്നുള്ളതെല്ലാം കൂടി ഒന്ന് വടിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
ഇനി നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 160 ഡിഗ്രിയിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മഫിൻ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. 160 ഡിഗ്രിയിൽ ഞാനൊരു 20 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബാറ്റർ അല്പം കൂടി ഒഴിച്ചു കൊടുക്കാമായിരുന്നു, കാരണം ഇത് മെത്തെ വന്നിട്ടില്ല. അപ്പോൾ അല്പം കൂടി ബാറ്റർ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മത്തങ്ങയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ മഫിൻ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെല്ലാം നല്ലതുപോലെ കഴിക്കും. നല്ല രുചികരമായ ഒരു മഫിനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.